ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ ഷോക്ക് അടിച്ചിട്ടുണ്ടോ? എന്നാൽ മനസ്സിലാക്കണം, വീട്ടിലെ പ്ലഗിൽ 240 വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ 1000-ലധികം വോൾട്ടേജ് ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ് വീഡിയോസ് ആയിരുന്നു ഇത്. സ്കൂളിൽ സ്കെയിൽ ഇങ്ങനെ തലയിൽ ഒരുത്തിയിട്ട് പേപ്പറിനെ അല്ലെങ്കിൽ ബലൂണിനെയൊക്കെ അട്രാക്ട് ചെയ്യാറില്ലേ? ഇവിടെ എല്ലാം നടക്കുന്നത് ഒരേ പ്രവർത്തനമാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്. നമ്മുടെ ശരീരം എപ്പോഴും ന്യൂട്രലായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ഒരേ അളവിലുണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വൂൾ, പോളിസ്റ്റർ മെറ്റീരിയൽസ് ഒക്കെ ധരിച്ചുകൊണ്ട് കയ്യും വീശി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രിക്ഷൻ കാരണം അവിടെയുള്ള ഇലക്ട്രോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യും. ഇത് നമ്മുടെ ശരീരം ഒരു കപ്പാസിറ്റർ പോലെ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ 1000-ലധികം വോൾട്ടേജ് വരുന്നിട്ട് സ്റ്റാറ്റിക് ആയിട്ട് അങ്ങനെ നിൽക്കുമായിരിക്കും. ഇത് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു അവസരം നോക്കി നടക്കുമ്പോഴാണ് നമ്മൾ വല്ല ഇരുമ്പിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പോയിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത്. ഉടനെ തന്നെ അത് അങ്ങോട്ടേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഷോക്ക് ഏൽക്കുന്നത്. ഹ്യൂമിഡിറ്റി വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും നടക്കാറുള്ളത്. എക്സാമ്പിൾ, ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ AC ഉള്ള റൂമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈർപ്പം കൂടുതലാണെങ്കിൽ വായുവിലേക്ക് തന്നെ ഇത് ഡിസ്ചാർജ് ആയി പോകും. എന്നാൽ ഈർപ്പം കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യാം. അതുപോലെ 240 വോൾട്ടേജ് ആണ് നമ്മുടെ പ്ലഗിൽ. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കിന് മറിഞ്ഞ് വീഴുന്ന നമ്മൾ ഇത് 1000-ലധികം വോൾട്ടേജ് വന്നിട്ടും വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാവാത്ത എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഇത് നാനോ സെക്കൻഡ് മാത്രമേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. എന്നാൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിന് ഇത് അപകടമാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സ് ലാബിൽ ആൻറ്റി സ്റ്റാറ്റിക് ആക്സസറീസിനെ ഉപയോഗിക്കുന്നത്. ഇതുപോലെ എപ്പോഴും ഷോക്ക് കിട്ടുന്ന നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനെ താഴെ ഒന്ന് മെൻഷൻ ചെയ്യും.